പ്രതിപക്ഷത്ത് വന്നതിന് ശേഷം CPM നടത്തുന്ന സമരങ്ങളെ ജനങ്ങൾ പരിഹാസരൂപേണയും പുച്ഛത്തോടെയുമാണ് കാണുന്നത് എന്ന് സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസത്തെ അവരുടെ വൈദ്യുതി മുടക്കത്തിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ആ വിഷയം. അതിൽ അവർ മെഴുകുതിരി കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധിച്ചതിൽ ജനം അതിനകത്ത് കണ്ടെത്തിയ ഒരു തമാശ എന്ന് പറഞ്ഞാൽ, ഇവർ പ്രതിഷേധിക്കുന്നിടത്തെല്ലാം ഒരു ലൈറ്റിന്റെ വെട്ടം കാണാം. ചിലയിടങ്ങളിൽ ഇവർ മുറി അടച്ചിട്ടെങ്കിൽ പോലും ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള വെട്ടം തെളിഞ്ഞു കാണാം. അങ്ങനെ ഈ ഇവരിട്ടിരിക്കുന്ന ഒരു 90% ഫോട്ടോകളിലും ഇത്തരത്തിലെ ഒരു കറണ്ടിന് വൈദ്യുതി മുടക്കത്തിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ആ വൈദ്യുതി ഉണ്ട് എന്നുള്ള ഒരു സൂചന തന്നെ ആ ചിത്രത്തിലെല്ലാം ഉണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം ഈ കമന്റ് ബോക്സിൽ എല്ലാ ആൾക്കാരും അവരെ പരിഹസിക്കുകയാണ്. ഇതിനകത്ത് അനുകൂലിക്കുന്ന ആൾക്കാർ കൂടി പോയാൽ 1-2 അവരുടെ പാർട്ടി അനുഭാവികളായിട്ടുള്ള ആളുകളെ മാത്രമേ ഞാൻ കമന്റ് ബോക്സിൽ കണ്ടിരുന്നുള്ളൂ. ഇതെന്താണെന്നറിയോ, ഈ ഭരണം മാറിയതിനു ശേഷം ഈ സൈബർ സഖാക്കൾക്കാണ് ഏറ്റവും വലിയ അപജയം സംഭവിച്ചിരിക്കുന്നത്. ഇവരെല്ലാം ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും ഉപേക്ഷിച്ചു കഴിഞ്ഞു. അന്തം കമ്മി കുറേ പേര് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് മൂത്ത കമ്മികൾ മാത്രം, ഈ മുറ്റിയ ജനം എന്നൊക്കെ പറയുന്നത്. ബാക്കി ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം കമൻ്റ് ഇടുന്നതിൽ നിന്നും ഫോട്ടോ ഷെയർ ചെയ്യുന്നതിനും എല്ലാം ഇവർ ഒഴിവായി പോയി. അതാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാകാം ഇടയ്ക്ക് ഒരു പക്ഷേ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ, പിണറായി വിജയന്റെ ലൈവ് വരുമ്പോൾ അതിനകത്ത് കയറി പോസിറ്റീവ് കമന്റ് ഇടണം, ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ഒരാൾ 3 കമന്റ് വെച്ചെങ്കിലും ഇടണമെന്ന് പറഞ്ഞ് റീച്ച് കൂട്ടാൻ വേണ്ടി. അതായത് പിണറായി വിജയനെ MV ഗോവിന്ദനെ ആ സ്ഥാനത്ത് നിന്ന് എപ്പോൾ മാറ്റുന്നു അതിനുശേഷമേ ഈ പാർട്ടിയും ഇതിന്റെ സൈബർ പോരാളികളും ഇനി ലൈവ് ആവുകയുള്ളൂ. ഇനി അവർക്ക് കാരണം അവർക്ക് ഒന്നും പറയാനില്ല. 10 വർഷം അവർ ചെയ്തു വെച്ചതിൻ്റെ മൊത്തം ഇപ്പം തിരിച്ചു വരുന്നത്. അത് ഇപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവർക്ക് പ്രതികരിക്കാനുള്ള സൗണ്ട് ഇല്ല, വോയിസ് ഇല്ല, അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. മാത്രമല്ല ഇവരുടെ ഈ സമരങ്ങളിൽ ഇവർ വലിയ പ്രാധാന്യം ഇവർ കൊടുക്കുക. അതായത് ഞങ്ങളുടെ സമരം വലിയ സംഭവമാണെന്നൊക്കെ ഇവർ രീതി ചെയ്യുമായിരിക്കും. പക്ഷേ അതൊരു നമ്മൾ മുൻകാലങ്ങളിലൊക്കെ നോക്കിയാലും തന്നെ DYFIയുടെ ആണെങ്കിലും SFIയുടെ ആണെങ്കിലും CPMന്റെ ഒക്കെ തന്നെയാണെങ്കിലും പലതും കോമഡി സാധനങ്ങളായി മാറിയിട്ടുണ്ട്. എനിക്കങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു തവണ ഇതുപോലെ ഇന്ധന വില വർധനവിനെതിരെ ഇവര് സമരം ചെയ്ത് പന്തം കൊളുത്തി അങ്ങനെ എന്തോ സമരം ചെയ്തുകൊണ്ട് പോയത് കോലം കത്തിക്കുകയായിരുന്നു. കോലം കത്തിക്കാനായിട്ട് ഇവർ ചെന്നിരുന്നത് പെട്രോൾ പമ്പിന്റെ പടിക്കലോട്ടായിരുന്നു. അന്ന് അതുപോലെ അവിടുത്തെ ജീവനക്കാർ ഇറങ്ങി ഓടിയതൊക്കെ അന്ന് ഭയങ്കര ട്രോളുകൾ ഏറ്റുമേടി വാങ്ങിയ ഒരു സംഭവമായിരുന്നു. അപ്പൊ അതേപോലെ അവര് അന്ന് പിന്നെ ഒരു അബദ്ധം പറ്റിയെന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മൾ ഈ തുടർച്ചയായിട്ട് അബദ്ധം പറ്റുന്നതിന് ഒരിക്കലും അബദ്ധം എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അവര് അന്നത്തിൽ നിന്ന് ആ ഒരു സംഭവത്തിൽ നിന്ന് ഇപ്പോഴും അവര് മാറി ചിന്തിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാത്. ഇവരിപ്പോൾ പണ്ട് നമ്മുടെ കോവിഡ് കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, ഈ ജനതാ കർഫ്യൂ എന്ന് പറഞ്ഞ ഒരു ദിവസം ഇതിന് മുന്നോടിയായിട്ട് രാജ്യം മുഴുവൻ അടച്ചിടുന്നതിന് മുന്നോടിയായിട്ട് ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു, ഈ പാട്ട കൊട്ടിയും ദീപം തെളിച്ചും നമ്മൾ ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു. പാട്ട കൊട്ടുക അല്ലെ പാത്രം എടുത്ത് കൊട്ടുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെ പരിഹസിച്ചവരാണ് ഈ CPMകാർ. ഏറ്റവും കൂടുതൽ പരിഹസിച്ചാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് പാട്ട കൊട്ടുക എന്ന് പറഞ്ഞാൽ ഈ പാട്ട കൊട്ടി കൊറോണ വൈറസിനെ ഓടിക്കാൻ വേണ്ടി അല്ലല്ലോ, ഈ ദീപം തെളിക്കുന്നതിന് വേണ്ടി. ഇത് പ്രതീകാത്മകമാണ്. നമ്മളൊരു ഐക്യദാർഢ്യം, നമ്മൾ ജനത മുഴുവൻ ഒറ്റക്കെട്ടാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഐക്യദാർഢ്യം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവരെന്താണ് ചെയ്തതെന്നറിയോ? നമ്മൾ ഈ പാട്ട കൊട്ടി എല്ലാവരും ഈ പ്ലേറ്റ് എടുത്ത് കൊട്ടി, സംഘികൾ പ്ലേറ്റ് കൊട്ടുന്ന യുവമാർക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവർ ട്രോളാൻ തുടങ്ങി. അതേ കക്ഷികളാണ് കഴിഞ്ഞ ദിവസം ഈ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചത്. ഈ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കണമെങ്കിൽ ഇവിടെ കറണ്ട് കട്ട് വേണമായിരുന്നു. ഇപ്പം നിലവിൽ സത്യത്തിൽ ഇവിടെ കറണ്ട് കട്ട് ഇല്ല. ചില ദിവസം ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയും, ഇന്ന് വൈദ്യുതി മുടങ്ങും എന്ന് പറയും. കാരണം പീക്ക് ലോഡിൻ്റെ ഒരു സമയം 7 മണി തൊട്ട് 8 മണി വരെ ആക്കി പുനർനിർണ്ണയിച്ചായിരുന്നു. അപ്പോൾ ഇപ്പം കറണ്ട് കട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇവർ ഈ കറണ്ട് കട്ടിന് കാത്തിരുന്നിട്ട് കറണ്ട് കട്ടില്ല. അപ്പോൾ പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, വീടിന് മുന്നിലോ അത്യാവശ്യം വെളിച്ചമുള്ളിടത്തുമൊക്കെ ഈ മെഴുകുതിരി കത്തിച്ച് പിടിച്ച് നിൽക്കുക എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ പല ആശാന്മാരും ഈ വീട് അടച്ചിട്ടിട്ട് വെളിയിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു, എന്നിട്ട് ഈ മെഴുകുതിരി കത്തിച്ചു. പക്ഷേ അകത്തെ ലൈറ്റ് എല്ലാം കത്തി കിടക്കുകയാണ്. അതായത് ജനലെല്ലാം തുറന്നും കിടക്കുകയാണ്. ചിലയിടങ്ങളിലെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്തി കിടക്കും. അപ്പൊ നമ്മൾ വീട്ടിലെ ലൈറ്റ് ഓഫ് ചെയ്താലും ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ ആ വെട്ടം ഈ മുറിക്കുള്ളിലേക്കും പരിസരങ്ങളിലേക്കും കിട്ടും. അപ്പം ഇവരുടെ എല്ലാം ഈ ഫോട്ടോ നോക്കിയാൽ മതി. ഇവർ പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഇട്ട ഫോട്ടോയിൽ മുഴുവൻ ഇതാണ് അവസ്ഥ സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിയിലെല്ലാം ഈ കമൻറ്റുകളുണ്ട്. കമൻറ്റുകൾ വായിച്ചിട്ട് നമുക്ക് ചിരിച്ച് നമ്മുടെ ഊപ്പാട് വരും. കാരണം ഈ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ വിഡ്ഢിത്തരമാണല്ലോ. ഇവർ കാണിച്ചു കൂട്ടുന്ന മുഴുവൻ പരിപാടികളുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ സത്യത്തിൽ ഇവർ പിണറായി വിജയനൊന്നും പോസ്റ്റ് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിണറായി വിജയന്, MV ഗോവിന്ദന്, ഈ MA റഹീം, ഇവരാരും റഹീം ഇവരാരും പോസ്റ്റ് ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം റഹീമിൻ്റെ പോസ്റ്റ് എന്തൊരു പോസ്റ്റ് ഇട്ടാലും അതിനിടയിൽ ക്യാൻ യു
ക്യാൻ യു എന്നും പറഞ്ഞാണ് എല്ലാവരും വരുന്നത്. മാത്രമല്ല അദ്ദേഹം ഇംഗ്ലീഷ് പറച്ചിലോട്ട് നിർത്തത്തുമില്ല. പോക്കിരി രാജ സിനിമയിൽ മമ്മൂട്ടി ഇംഗ്ലീഷ് പറയുമല്ലോ, അതുപോലാണ് അദ്ദേഹം ഇംഗ്ലീഷ് പറയുന്നത്. നോ ഗ്രാസ് വിൽ വോക്ക് എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് വരുന്നത്. അപ്പോൾ ഇവരെ ട്രോളാൻ വേണ്ടി മാത്രം ഇവിടുത്തെ അതിൽ ട്രോളുന്നതിൽ കൂടുതലും ഇവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ്. പിന്നെ ട്രോളന്മാർ പൊതുവെ നിഷ്പക്ഷരായിട്ടുള്ള ഒരുപാട് ട്രോളന്മാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇവരുടെ ഇത്തരം പരിപാടികളാവുമ്പോൾ അവർക്ക് എന്താണ് കൂടുതൽ സോഴ്സ് കിട്ടുകയാണ് ട്രോളാനുള്ളത്. അപ്പം ഇത് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ജനങ്ങൾക്ക് അത്ര ഒരു ഇവരുടെ ഈ പ്രതിഷേധത്തെ ജനങ്ങൾ അത്ര ഒരു മൈൻഡ് കൊടുക്കുന്നില്ല. അപ്പോൾ തന്നെ അവർക്ക് നമ്മളൊരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടോ എന്നുള്ളതാണ് ഏതൊരു പാർട്ടിയാണെങ്കിലും സ്വീകരിക്കണം. നമ്മളിപ്പോൾ ഈ CJP പ്രതിഷേധം തന്നെ ഇത് ഇത്രയും വ്യാപകമാകാനുള്ള കാരണം ജനങ്ങൾക്കൊരു തോന്നലാണ്, അല്ലെങ്കിൽ ഒരുമാതിരി യുവാക്കൾക്കൊരു തോന്നലുണ്ടായിരുന്നു ഇത് ഞങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ഐക്യം. ഇവരുടെ ഈ ഒരു സമരത്തിൽ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ഇവരുടെ സമരം കൊണ്ട് ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളൊരു തോന്നലേ ജനങ്ങൾക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു ജനം ചിന്തിക്കുന്നിടത്തൊന്നും ഇവർ മാറി ചിന്തിക്കുകയാണ് വേണ്ടത്. എന്താണെങ്കിലും ഇവരുടെ സമരത്തിന് ഒന്നാമത് ഇപ്പോൾ ആൾക്കാരെ കിട്ടുന്നില്ല. അത് ശ്രദ്ധിച്ചായിരുന്നോ? നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു SFI ആണെങ്കിലും DYFI ആണെങ്കിലും CPM ആണെങ്കിലും ഒരു സമരം ആഹ്വാനം ചെയ്താൽ അതിന് നല്ല ഒരാളുണ്ടായിരുന്നു. ഇപ്പോൾ ആളെ കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം ഈ 10 വർഷം ഇവർ ഭരണത്തിലിരുന്നു എന്നുള്ളതാണ്. ഈ 10 വർഷം ഭരണത്തിലിരുന്നോടെ ഇവർക്ക് സമരം ഇല്ലല്ലോ. ഇവരാർക്കെതിരെ? ഇവരാകെ സമരം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെതിരെ. അത് ഏതെങ്കിലും ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പോയി 2 മുദ്രാവാക്യം വിളിച്ച് ഇവരങ്ങ് തിരിച്ചു പോവുകയായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവരെ ഇവരെ ഭയങ്കര അലസന്മാരാക്കി മാറ്റി. അത് കാരണം ഇപ്പോൾ അവർക്ക് വെയിൽ കൊള്ളാനോ സമരത്തിനിറങ്ങാനോ മുദ്രാവാക്യം വിളിക്കാനോ ഒന്നുമുള്ള ശേഷിയോ അതിനുള്ള കഴിവോ ഒന്നും ഇല്ല. ഇവർക്കെല്ലാം ഈ സമരത്തിൻ്റെ ഒരു ഇതിൽ നിന്ന് നഷ്ടമായി. യുവസംഘടനകളാണെങ്കിൽ പലരും ഈ ലഹരിയുടെ പിന്നാലെ അങ്ങ് പോയി. ഇവർ ലഹരി കച്ചവടക്കാരായി മാറി, കാരിയേഴ്സായി മാറി, ലഹരി അടിക്കുന്നവരായി മാറി. ഇവന്മാർ തമ്മി വെട്ടും കുത്തു. ഇപ്പൊ കഴിഞ്ഞ ദിവസം അടൂര് കണ്ടായിരുന്നു, SFIയും DYFIയും തമ്മിലായിരുന്നു അവർ തമ്മിലടിയായി. പണ്ട് ഈ താലിബാൻ തീവ്രവാദികൾ ഒരുപാട് പേരെ വെടിവെച്ച് വന്നു, പിന്നെ വെടിവെക്കാൻ ആരെ ഇല്ലാതെ നിൽക്കുമ്പോൾ ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഇവരിങ്ങനെ മൊത്തത്തിൽ എല്ലാവരും വെടിവെച്ച് വന്നു. പിന്നെ ഇനിയും വെടിവെക്കാൻ ആരുമില്ല. ഇവർക്ക് വെടിവെക്കാൻ പറ്റാണ്ട് കൈ ധരിച്ച് ഒരുത്തനുണ്ട്, അവന് ആകെ പ്രാന്ത് കെട്ട് അവനെ തോക്കെടുത്ത പുറകെ നിൽക്കുന്നവൻ്റെ ചന്തിക്ക് 2 വെടി വെക്കുന്ന ഒരു സീനുണ്ട്, കാലയിലോട്ട് 2 വെടി വെക്കുന്ന സീനുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ അങ്ങ് അടിയായി. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് അതേപോലെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഇടത് സംഘടനകൾ 2 വിഷയത്തിൽ അവർക്ക് എന്തിലേക്കാണ് പ്രതിഷേധം നടത്തുന്നതെന്ന് പോലും ബോധ്യമില്ലാണ്ട് അവർ ഒരേ വഴിയിൽ 2 കൂട്ടരും കണ്ടുമുട്ടി. ലാസ്റ്റ് ഒരു കൂട്ടർ പാതി വഴിക്ക് വെച്ച് അവിടെ പ്രതിഷേധം അവസാനിപ്പിച്ച് മറ്റേ കൂട്ടർ മറ്റൊരു വഴിക്കും പോയി ആണ് ആ സമരം അവസാനിക്കുകയും ചെയ്തത്. അപ്പോൾ അവർക്ക് തന്നെ ഒരു ബോധ്യമില്ലായിരുന്നു എന്തിനു വേണ്ടി ഉണ്ടായിരുന്ന സമരമായിരുന്നു എന്നുള്ളത്. അത് അധികം ചാനലുകളിലൊന്നും അത് വന്നിരുന്നില്ല. 1-2 ചാനലിൽ എറണാകുളത്ത് ഈ ഒരു വിഷയം വന്നിരുന്നുള്ളൂ. ഇതിനകത്ത് ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയോ? ഇത് മുമ്പേ ജസ്റ്റിൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പിണറായി വിജയൻ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല. കാരണം അയാൾ ഇരുന്ന സമയത്ത് എന്താണോ നടന്നത് അതേപോലെ ഒരു സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു വിഷയമാണ് ഇവിടെ ഉണ്ടാകുന്നതെങ്കിൽ അതിൽ പിണറായി വിജയൻ കയറി പ്രതികരിച്ച ഇപ്പം ഈ പറഞ്ഞ കസ്റ്റഡി മർദ്ദനം ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് പിണറായി വിജയന്റെ കാലത്ത്. ആ പിണറായി വിജയൻ ഇവിടെ നിന്നിട്ട് പറയാം കസ്റ്റഡി മർദ്ദനത്തിൽ ഞങ്ങൾ പിന്നെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു കാര്യമില്ല. മർദ്ദനം ഉണ്ടായത് കൂടാതെ മർദ്ദനത്തെ ന്യായീകരിച്ച വ്യക്തി കൂടിയാണ് പിണറായി. അതെ, പിണറായി വിജയൻ അന്ന് പോലീസിനെ നിയമസഭയിൽ ന്യായീകരിച്ച ആളാണ്. പോലീസ് അവരെ ഡ്യൂട്ടി ചെയ്യുന്നു. രക്ഷാപ്രവർത്തനം ഓർക്കുന്നില്ലേ? അതായത് DYFIക്കാർ വന്ന് ചെടിച്ചട്ടി വെച്ച് യൂത്ത് കോൺഗ്രസ് പിള്ളേർ തലയടിച്ചു പൊട്ടിച്ച സംഭവമുണ്ട്. അന്ന് പറഞ്ഞാൽ അവർ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടിയപ്പോൾ അവരെ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞത് ഇതുകൂടെ കൂട്ടിയാണ്. ഈ പോലീസിന്റെ മാത്രമല്ല, ശരിക്കും രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ സംഭവമായിരുന്നു, ഈ ഇതെടുത്ത് അടിക്കുന്നത്. പിന്നെ ഇവരുടെ നിലപാടുകളിലെല്ലാം പാടെ മാറ്റം വന്നു. ഇന്ന് ഞാൻ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു, ആശാ വർക്കർമാരെ ഓണറേറിയം 26,000 രൂപയാക്കണമെന്ന് പറഞ്ഞ് സമരം തുടങ്ങാൻ പോവുക CPM. കണ്ണൂർ ഇതിൻ്റെ ജില്ലാ സമ്മേളനം നടക്കുന്നിടത്ത് അവർ പാസ്സാക്കിയ പ്രമേയമാണ് ആശാ വർക്കർമാരെ ഓണറേറിയം 26,000 രൂപ. ഇതേ ആവശ്യം ഉന്നയിച്ചല്ലേ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇവിടെ ആശാ വർക്കർമാർ സമരം ചെയ്തേ. അന്ന് ഇവരെവിടെയായിരുന്നു? CPMന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ വലിയ പ്രതിഷേധമായിട്ട് ഉയർത്തിക്കൊണ്ട് വന്ന സംഭവങ്ങളെല്ലാം തന്നെ പിന്നെ അവരുടെ നിലപാട് മാറിയിട്ടുണ്ട്. കൊച്ചി എയർപോർട്ടിന്റെ കാര്യത്തിൽ, ഗെയിൽ പൈപ്പ് ലൈന്, മെട്രോ, അങ്ങനെ ഇവരുടെ സമരവും പ്രതിഷേധവും ഒക്കെ ജനം കോമഡി ആയിട്ട് തള്ളിക്കളയുന്നതിന്റെ ഒരു കാര്യം ഇത് തന്നെ. ഇവർക്കൊരു ഒരു വർഷം ഒരു നിലപാട്, പിന്നീട് അത് മാറുമ്പോഴത്തേക്കും മറ്റൊരു നിലപാടെന്നുള്ള രീതിയിലേക്ക് ഇവരങ്ങ് ചാടി നടക്കുകയാണ്. ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ ശക്തമായതോടെയാണ് ഇവരുടെ കള്ളത്തരം മുഴുവൻ വെളിവരാൻ തുടങ്ങിയത്.
അതോടുകൂടി ഇവരെ ഒരാളെയും ജനം വെറുതെ വിടാത്ത അവസ്ഥയിലേക്ക് പണ്ട് ഇത് ചൂണ്ടിക്കാട്ടിയിരുന്നത് മാധ്യമങ്ങളായിരുന്നു. മാധ്യമങ്ങൾ. അപ്പൊ ഇവര് പറയുന്നത് എന്താണ്, ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്നു എന്നുള്ളൊരു ഇതാണ്. പ്രചാരണമായിരുന്നു. ഇപ്പോൾ അത് നടക്കില്ല. എന്ത് നടക്കുന്നു അത് സോഷ്യൽ മീഡിയ പൊളിച്ചെടുക്കും. അല്ല, ഇപ്പം മാധ്യമങ്ങളല്ലല്ലോ, ജനം നേരിട്ടിറങ്ങി പണിയുമല്ലേ. ജനം നേരിട്ടിറങ്ങി അപ്പോഴപ്പോൾ എഴുതി വിടുകയാണ്. പിന്നെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും CPM-ന്റെ സമരങ്ങൾക്ക് വലിയ പരിഹാസ രൂപമാണ് കൈവന്നിരിക്കുന്നത്. CPM കഷ്ടപ്പെടുത്തി ഒരു സമരം നടത്തിക്കൊണ്ട് വരുമ്പോൾ ഒറ്റ കമൻറ്റിൽ ഇവരുടെ കാറ്റൂരി വിട്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ.